പുതിയ പുതിയ മാർക്കറ്റുകൾ പിടിച്ചടക്കാൻ റെഡിയാണോ? എങ്കിൽ വാ, ആ യാത്ര തുടങ്ങുന്നതിനു മുൻപ് നമ്മുടെ വിജയം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രാദേശിക മത്സര വിശകലനം എങ്ങനെ നടത്താമെന്ന് നമുക്ക് നോക്കാം. ഏതൊരു ബിസിനസ് ചെയ്യുന്ന ആളുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് തങ്ങളുടെ പ്രൊഡക്റ്റ് ലോകം മുഴുവൻ എത്തിക്കുക എന്നത്, അല്ലേ? പക്ഷെ ആ സ്വപ്നത്തിലേക്ക് എടുത്തു ചാടും മുൻപ് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം, ശരിക്കും നമ്മൾ അതിന് തയ്യാറാണോ? അതിന് കാരണമുണ്ട്. ആഗോള വിപണിയെന്ന് പറയുന്നത് ഒരു കോയിനിന്റെ രണ്ട് വശം പോലെയാണ്. ഒരു സൈഡിൽ നോക്കിയാല് മാർക്കറ്റിൽ ഒരു രാജാവായി വാഴാനുള്ള അവസരം, പക്ഷേ മറുഭാഗത്ത് ഒരു ചെറിയ പിഴവു മതി വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് വീഴാൻ. അപ്പോ ഈ ഒരു വലിയ കടമ്പ നമ്മൾ എങ്ങനെ മറികടക്കും? വെറുതെ ഭാഗ്യത്തിനെ മാത്രം വിശ്വസിക്കാതെ കൃത്യമായ കണക്കുകൂട്ടലുകളോടെ മുന്നോട്ടു പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വഴിയുണ്ട്. അതാണ് നമ്മുടെ തന്ത്രപരമായ രൂപരേഖ, അതായത് കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ് അനാലിസിസ്. സിമ്പിളായി പറഞ്ഞാൽ മത്സര സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അടിപൊളി വിശകലനം. പുതിയൊരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കയ്യിൽ ഒരു മാപ്പ് പോലെ ഇത് നമ്മളെ സഹായിക്കും. ഈ വിശകലനം നമുക്ക് ഉത്തരം തരാൻ ശ്രമിക്കുന്നത് ഈ ഒരൊറ്റ പ്രധാനപ്പെട്ട ചോദ്യത്തിനാണ്: ആഗോള മാർക്കറ്റിൽ എവിടെയാണ് നമ്മുടെ ശക്തി കൂടുതൽ? മാർക്കറ്റ് പിടിക്കാൻ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഈ വിശകലനത്തിന് പ്രധാനമായിട്ടും 4 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ പോകാനുദ്ദേശിക്കുന്ന സ്ഥലത്തെപ്പറ്റി നന്നായിട്ടൊന്ന് പഠിക്കുക. 2, അവിടത്തെ മറ്റു കളിക്കാർ, അതായത് നമ്മുടെ എതിരാളികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക. 3, നമ്മുടെ ഗെയിം പ്ലാൻ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുക. അവസാനം, കളത്തിലിറങ്ങിയ ശേഷം കളി എങ്ങനെ പോകുന്നു എന്ന് എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കറ്റുകളെ പറ്റിയുള്ള ബേസിക് വിവരങ്ങൾ ശേഖരിക്കുക. അതാണ് ആദ്യത്തെ പണി. നമ്മുടെ ആദ്യത്തെ പടി ഓരോ ഏരിയയും എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തലാണ്. ഇവിടെ കാണുന്നതുപോലെ അവിടുത്തെ മാർക്കറ്റ് എത്ര വലുതാണ്, എത്ര വേഗത്തിൽ വളരുന്നുണ്ട്, അവിടെ മത്സരം കടുത്തതാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഇത് കഴിയുമ്പോഴേക്കും എവിടെയാണ് നമുക്ക് ഏറ്റവും നല്ല ചാൻസ് ഉള്ളതെന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പോ മാർക്കറ്റിനെക്കുറിച്ച് ഒരു പൊതുവായ ഐഡിയ കിട്ടി. പക്ഷെ അത് മതിയോ? പോരാ. അവിടെ നമ്മളെയും കാത്ത് വേറെ ആരൊക്കെ ഇരിപ്പുണ്ടെന്നറിയണ്ടേ? ഓരോ ഏരിയയിലും ആരാണ് പ്രധാന എതിരാളികൾ, അവർക്ക് എത്ര മാർക്കറ്റ് ഷെയർ ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമുണ്ട്. എന്താണ് അവരുടെ വിജയരഹസ്യം? എന്താണ് അവരുടെ ഏറ്റവും വലിയ ശക്തി? ആ അറിവാണ് നമ്മുടെ പ്ലാനിനെ മൂർച്ച കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എതിരാളികളെയും അവരുടെ ശക്തിയെയും പറ്റി ഒരു ധാരണയായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ മത്സരത്തിൽ നമുക്കെങ്ങനെ നമ്മുടേതായൊരു സ്ഥാനം കണ്ടെത്താം, എങ്ങനെ ജയിക്കാം എന്ന് തീരുമാനിക്കലാണ്. മത്സരത്തിൽ മുന്നിലെത്താൻ നമുക്കുപയോഗിക്കാൻ പറ്റുന്ന 4 തുറുപ്പുചീട്ടുകളുണ്ട്. ഒന്നുകിൽ നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ പ്രോഡക്റ്റ് മറ്റുള്ളവരെക്കാൾ മികച്ചതായിരിക്കണം, അല്ലെങ്കിൽ കിടിലനൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കാൻ കഴിയണം, അതുമല്ലെങ്കിൽ വില കുറച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യാം. പക്ഷെ ഒരു പുതിയ മാർക്കറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ വഴിയിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എന്തൊക്കെയായിരിക്കും ആ തടസ്സങ്ങൾ? ഓരോ മാർക്കറ്റിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ അവിടുത്തെ നിയമങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ നാട്ടിലെ കൾച്ചർ വേറെയായിരിക്കാം. ചിലപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിവരും. ഈ വിശകലനം വഴി ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. ശരി, ഇതുവരെ നമ്മൾ ശേഖരിച്ച എല്ലാ വിവരങ്ങളും, എതിരാളികളെക്കുറിച്ചും മാർക്കറ്റിനെക്കുറിച്ചും തടസ്സങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഡേറ്റ ഒരുമിച്ചു ചേർത്ത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പോകുന്ന ഘട്ടമാണിത്. ഇവിടെയാണ് സ്വാട്ട് അനാലിസിസ് എന്നൊരു കിഡിലൻ ടൂൾ വരുന്നത്. ഓരോ ഏരിയയിലും നമ്മുടെ ശക്തി, അതായത് സ്ട്രെങ്ത്സ്, നമ്മുടെ വീക്ക്നെസ്, നമുക്കുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ നമ്മൾ നേരിടാൻ പോകുന്ന ഭീഷണികൾ, ത്രെറ്റ്സ്, ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഈ വിശകലനം കഴിയുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ പ്രധാന ഔട്ട്പുട്ട് ഇതാണ്: നമുക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ടോപ്പ് 3 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. രണ്ടാമതായി, മാർക്കറ്റിൽ എതിരാളികളൊന്നും അത്ര ശ്രദ്ധിക്കാത്ത, നമുക്ക് എളുപ്പത്തിൽ കേറിപ്പറ്റാൻ പറ്റുന്ന ചില ഗ്യാപ്പുകളുണ്ടാകും. അത്തരം 2 സാധ്യതകൾ നമുക്ക് കണ്ടെത്താനാകും. ഒടുവിൽ, ഈ വിശകലനത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഇതാണ്: ഓരോ മാർക്കറ്റിലും വിജയിക്കാൻ വേണ്ടി നമ്മുടെ പ്രോഡക്റ്റിനെ എങ്ങനെ അവതരിപ്പിക്കണം, എങ്ങനെ പൊസിഷൻ ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ ഒരൊറ്റ ശുപാർശ നമുക്ക് കിട്ടും. മാർക്കറ്റിൽ കയറി വിജയിക്കുന്നത് കളിയുടെ തുടക്കം മാത്രമാണ്. ആ വിജയം നിലനിർത്തുന്നതാണ് ശരിക്കുള്ള വെല്ലുവിളി. അതിന് നമ്മൾ തയ്യാറാക്കിയ മാപ്പ് ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്തോണ്ടേയിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന ചില സൂചകങ്ങളുണ്ട്.
ഇവിടെയാണ് KPIകൾ, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ, നമ്മുടെ വഴികാട്ടിയാകുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് പ്ലാൻ അനുസരിച്ച് മുന്നോട്ടു പോകുന്നുണ്ടോ എന്ന് കാണിച്ചു തരുന്ന ഒരു റിപ്പോർട്ട് കാർഡ് പോലെയാണിത്. ഉദാഹരണത്തിന്, മാർക്കറ്റ് ഷെയർ ട്രെൻഡ് ഒരു പ്രധാനപ്പെട്ട KPI ആണ്. മാർക്കറ്റിൽ നമ്മുടെ വിഹിതം കൂടുന്നുണ്ടോ അതോ കുറയുന്നുണ്ടോ, എതിരാളികളുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ കസ്റ്റമർ സെന്റിമെന്റ്, അതായത് ആളുകൾക്ക് നമ്മുടെ ബ്രാൻഡിനെക്കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമാണോ മോശം അഭിപ്രായമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ KPI സഹായിക്കും. അപ്പോ പുതിയ വിപണികൾ കീഴടക്കാനുള്ള നിങ്ങളുടെ സ്വന്തം സ്ട്രാറ്റജിക് മാപ്പ് ഇപ്പോൾ റെഡിയാണ്. ഇനി പറയൂ, നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എവിടേക്കാണ്?